മൂവാറ്റുപുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൂവാറ്റുപുഴയുടെ നിലവിലുള്ള MLA മാത്യു കോഴിനാടന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾ എനിക്ക് കാണാൻ കഴിയും. അതിലെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് മാത്യു കോഴിനാടൻ്റെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തോട് വിയോജിപ്പുള്ള പല ആളുകളും അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ എന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെ അവരെന്നോട് പങ്കുവെക്കുകയുണ്ടായി. നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പം നടക്കുന്ന ഈ ഭരണം അതിനൊരു അറുതി വരണം. അതാണ് എൻ്റെ മാത്രമല്ല കേരള ജനതയുടെ അഭിപ്രായമായിട്ടാണ്. അതിൽ അല്ലറ ചില്ലറ കമ്മ്യൂണിസം ഉള്ളവർക്ക് ഉണ്ടാവില്ല. എല്ലാം ഒരു സംസ്ഥാനത്തില് പല രാഷ്ട്രീയ അഭിപ്രായക്കാരുണ്ട്. ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഒരു പൊതുവാണ്. ഞാനിപ്പോ ഒരു നമ്മുടെ ഈ വാർഡിനെ ചുറ്റിപ്പറ്റി ഞാൻ കേന്ദ്രീകരിച്ച് നടന്ന് നമ്മുടെ മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റി നടന്ന് എനിക്ക് കിട്ടിയൊരു അഭിപ്രായമാണ് ഈ ഭരണവിരുദ്ധ വികാരം നന്നായിട്ട് പക്ഷേ മാത്യു കോഴിനാടിന് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ ഒരു ആക്ഷേപം ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. ഇത്ര നാളിനിടയ്ക്ക് എനിക്കിപ്പോ ഒരു 50 വയസ്സോളായി. 50 വയസ്സായ അത്രയും നാളിനിടയ്ക്ക് മാത്യു കോഴിനാടിനെ മാതിരിയുള്ളൊരു MLA മൂവാറ്റുപുഴയ്ക്ക് കിട്ടിയിട്ടില്ല. ഒരു നമ്മുടെ മൂവാറ്റുപുഴ വികസനത്തില് ഈ ഭരണമില്ലാതെ ഇരുന്നിട്ടും, അതായത് ഭരണകക്ഷി അല്ലാതെ ഇരുന്നിട്ട് പോലും ഇത്രയും വികസനം കൊണ്ടുവരാൻ മാത്യു കോഴിനാടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു മന്ത്രിസ്ഥാനമൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇന്നലെ നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ തന്നെ സൂചിപ്പിച്ചു ഒരു MLA ആയിരുന്ന മാത്യു കോഴിനാടിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിരാമിട്ടതാണ്. പക്ഷെ ജനങ്ങൾക്ക് അത് ബോധ്യമാണ്. ജനങ്ങൾക്ക് ഇതിന് മുന്നേ ബോധ്യമായിരിക്കണം. ഇത് MLAക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമോ എന്നാണ് ജനങ്ങൾ ചിന്തിക്കണേ. ഒരു MLA ആയതുകൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞോ? എന്നുവെച്ചാൽ വിജയൻ എന്ന് പറയുന്ന സഖാവിന്റെ മാതിരി ഒരു പൊളിറ്റിഷ്യൻ ടെററിസ്റ്റ്, നല്ല പ്രയോഗമാണ് പൊളിറ്റിക്കൽ ടെററിസ്റ്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ പിണറായി വിജയനൊക്കെ സഖാവ് എന്ന് വെച്ചിട്ട് ഈ രാജ്യത്ത് ഒരുപാട് ജീവാർപ്പണം ചെയ്ത സഖാക്കളുണ്ട്, അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി. തീർച്ചയായിട്ടും അല്ല, സഖാവ് നിൽക്കുമ്പോൾ സഖാക്ക് ഒരു മോശമാണ്. അവർക്ക് തന്നെ മോശമാണ്. സഖാവ് എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ഇതില് ആ സഖാവ് എന്ന് പറയുന്നത് തന്നെ ഒരു മോശം അവർക്ക് തന്നെ തോന്നി തുടങ്ങി. ഇങ്ങനെ ഒരാളെയാണോ നമ്മൾ ഇത്ര നേരം നെഞ്ചിലേറ്റി പിന്നെ അവര് പറയുന്നത് ഇരട്ടച്ചങ്കൻ എന്ന പ്രയോഗം അത് അവർക്ക് മാറി ചെയ്യും. അവര് തന്നെ ചിന്തിച്ചു, ഇരട്ടച്ചങ്കൻ എന്ന് പറയുമ്പോ വികലാംഗനായി പോയില്ലേ? ഒരാൾക്ക് 2 ചങ്ക് വന്നേ വികലാംഗനായില്ലേ? അപ്പൊ അതായത് എന്ത് സംഭവം അധികമായാലും കുറഞ്ഞാലും വികലാംഗനായി. ഇപ്പൊ നമുക്കൊരു കൈ കൂടെ വന്നു കഴിഞ്ഞാൽ അത് വികലാംഗത്തിൽ പെടൂലേ? അത് പുതിയ അറിവാണ് കേട്ടോ. അപ്പൊ അയാള് വികലാംഗനൊന്നല്ല, അയാള് പിന്നെ എന്താ പറയാ ഊരിപ്പിടിച്ച, അദ്ദേഹം പ്രസംഗം അറിയാലോ, ഊരിപ്പിടിച്ച വാളിന് മുന്നിലൂടെ പതറാതെ നടന്നു. ഇത് കേട്ടപ്പോ എനിക്ക് രസമായി. എന്റെ നാട്ടിലെ അമ്പലത്തിൽ വെളിച്ചപ്പാടുകൾ ഇങ്ങനെ, അപ്പൊ ഞാനൊരു 8-10 വെളിച്ചപ്പാടുകൾ വാളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉറങ്ങി പോകുമ്പോൾ ഞാൻ അതിന്റെ നടുവ് കൂടെ നടന്നിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. കാരണം 10-12 ആളുകൾക്ക് മുമ്പിലാണ് ഞാൻ ഇറങ്ങി നടക്കുന്നത്, ഈ പാവപ്പെട്ട ലിവറും കരളൊന്നും ഇല്ലാത്ത ഈ സാധു മനുഷ്യൻ. എന്നിട്ട് ഇത് ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ ഇത്രയും പേടികളാണ് കണ്ടിട്ടില്ല. കണ്ണൂർ CPMന്റെ ശക്തി ഗ്രാമത്തിൽ പോലും അയാൾക്ക് പോകണമെങ്കിൽ 40 വണ്ടി വേണം അല്ലേ? അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ എന്ത് തന്നെ ആയാലും എന്റെ ചാനലിന്റെ പരിധി വിട്ടിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ചുമ്മാ വായുവിലൂടെ വിളിച്ചു പറയാൻ പറ്റുമല്ലോ. ഒരാൾക്ക് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുക. ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം വായുവിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെയുള്ള ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാം. അപ്പൊ നിങ്ങൾ ജനങ്ങളിലേക്ക് തുറന്ന് കാണിക്കണ്ടേ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വയനാടിന് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു MLA ആണല്ലോ. അപ്പോൾ മറ്റവരുടെ ഒക്കെ കുറെ കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ടാവും, വേണ്ടത്ര ഫണ്ടും കാര്യങ്ങളിലൊക്കെ. എന്നാലും മോശമല്ല, അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ ജയിക്കണങ്ങളൊക്കെ പ്രാർത്ഥന മാത്യു കോഴിനാടൻ ജയിക്കണം എന്ന് തന്നെയാണ്. രണ്ടുപേർക്കും പ്രാർത്ഥിക്കുക. ആര് വന്നാലും നമുക്ക് വിരോധമില്ല.
കുഴൽനാടൻ വന്ന് പിന്നെ ഒരുപാട് മാറ്റമുണ്ട്. വികസനം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയാനുള്ള റോഡ് രണ്ടായത് തുറക്കാത്ത ഒരു സംഗതി ആ പാലം മാത്രമേ ഉള്ളൂ. അത് ആരെ കൊണ്ടും സാധിക്കണില്ല ആ പാലം. അല്ല, അതിന് ഇടതുപക്ഷ ഗവൺമെന്റ് സമ്മതിക്കണ്ടേ? പുള്ളി പിണറായി വിജയന്റെ കണ്ണിലെ കരടാണല്ലോ. അത്രേ ഉള്ളൂ. അല്ലേ? ഇതിപ്പോ ഈ പാലം ഈ ജംഗ്ഷൻ ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്നറിയാം? VS അച്യുതാനന്ദന്റെ ഉദ്ഘാടനം ചെയ്ത പാല പുള്ളി മന്ത്രിയായിട്ടിരിക്കുമ്പോ. പക്ഷെ അതിനു മുമ്പ് മുനീറാണ് കൊൽനാടൻ ഇവിടെ അത്യാവശ്യം വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലാന്ന് പറയാനുള്ള നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ കണ്ണിലെ കരടായ മാത്യു കുഴൽനാടന് തൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കാൻ ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ല ഒരു വികസനം തന്നെ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുജനാഭിപ്രായം.